welcome back to my channel Faint Maths Classes. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th chapter Introduction to Trigonometryയിലെ important questions ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇഫ് cosec a minus cot a is equal to 4/5 then cosec a is equal to dash. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് മിസ്സിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? cosec a മൈനസ് കോട്ട് എ ഇസ് ഈക്വൽ ടു 4/5. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ചാൽ രണ്ട് സൈഡും എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒന്ന് സ്ക്വയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ നമ്മൾ LHS സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെ വരും? cosec a മൈനസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 4/5 ദ ഹോൾ സ്ക്വയർ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടുള്ളത്? നമ്മുടെ ഐഡൻറ്റിറ്റിയിലെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, ആ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ എന്ത് വേണം? എക്സ്പാൻഡ് ചെയ്യണം. എങ്ങനെ നമ്മളത് എക്സ്പാൻഡ് ചെയ്യേണ്ടുള്ളത്? എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഫോമിൽ വേണം ഇതിനെ എക്സ്പാൻഡ് ചെയ്യാനും. അപ്പോൾ എ എന്ന് പറയുന്നത് cosec a ആണ്, അതിൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ എന്ന് പറയുന്നത് cosec a ഇൻറ്റു ബി എന്ന് പറയുന്നത് എന്താണ്? കോട്ട് എ പ്ലസ് ബി എന്ന് പറയുന്നത് ആരാണ്? കോട്ട് എ. അപ്പോൾ കോട്ട് എ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ സ്ക്വയർ കാണണം, ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ കാണണം. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എന്താണ്? 16/5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25. സോ cosec a ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? cosec സ്ക്വയർ a മൈനസ് 2 ഇൻറ്റു cosec a കോട്ട് എ എന്ന് പറഞ്ഞാൽ 2 cosec a കോട്ട് എ പ്ലസ് കോട്ട് എ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു 16/25. ഇനി അടുത്ത എങ്ങനെ ചെയ്യും നമ്മൾ നോക്കാം. cosec സ്ക്വയർ എ മൈനസ് 2 cosec a കോട്ട് എ പ്ലസ് ഈ കോട്ട് സ്ക്വയർ എ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, ഈ കോട്ടും കൊസീക്കും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി. അതെന്താണ് ഈ കോട്ടും കൊസീക്കും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടില്ലേ? കോട്ട് സ്ക്വയർ എ പ്ലസ് 1 ഇസ് ഈക്വൽ ടു cosec സ്ക്വയർ എ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോട്ട് സ്ക്വയറിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടെത്താമല്ലോ. അതെങ്ങനെയാണ്? കോട്ട് സ്ക്വയർ എ ഇസ് ഈക്വൽ ടു cosec സ്ക്വയർ എ പ്ലസ് 1നെ ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താകും? -1. കണ്ടോ? അപ്പോൾ കോട്ട് സ്ക്വയർ എയുടെ വാല്യൂ എന്താണ്? cosec സ്ക്വയർ എ -1. അപ്പോൾ നമുക്ക് കോട്ട് സ്ക്വയർ എയുടെ അവിടെ എന്ത് കൊടുക്കാം? cosec സ്ക്വയർ എ -1 ഇസ് ഈക്വൽ ടു 16/25. എവിടുന്നാണ് ഇത് മാറ്റിയിട്ട് ഇത് കിട്ടിയെന്നുള്ളത് മനസ്സിലായല്ലോ, നമ്മൾ പഠിച്ച ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റിയിൽ നിന്നും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ cosec സ്ക്വയർ എയും ഈ cosec സ്ക്വയർ എയും കൂടി തമ്മിൽ ആഡ് ചെയ്തുകൂടെ? അപ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. സോ 1 + 1 എന്താണ്? 2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 cosec സ്ക്വയർ എ. ഓർക്കുക, ഇവിടെ കോഫിഷ്യൻ്റ് ഒന്നും ഇല്ലെങ്കിൽ 1 ഉണ്ട്. സോ 1 + 1 2 cosec സ്ക്വയർ എ. ഇനി ബാലൻസ് എന്താ ഉള്ളത്? അത് അതേപടി എടുത്തെഴുതാം. -2 cosec എ കോട്ട് എ -1 ഇസ് ഈക്വൽ ടു 16/25. ഇനി നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? 2 cosec എനെ നമുക്ക് കോമൺ എടുത്തൂടെ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഉണ്ട് 2 cosec എ, ഇവിടെയും ഉണ്ട് 2 cosec എ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 cosec എനെ നമുക്ക് കോമൺ എടുക്കാം. ഇവിടെ 2 cosec സ്ക്വയർ എ ആണ്, അതിൽ ഒരു cosec എ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അതേപോലെ 2 ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ എന്തുണ്ട് ബാലൻസ്? ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ? ഒരു cosec എയും കൂടി ബാലൻസ് ഉണ്ട്, അത് നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി. മൈനസ് ഇവിടുത്തെ 2 cosec എ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഇവിടെ എന്താ ഉള്ളത്? കോട്ട് എ. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഇനി ബാലൻസ് ഇവിടെ എന്തുണ്ട്? -1 ഇസ് ഈക്വൽ ടു 16/25. ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമ്മളിവിടെ ഇതാ നോക്കിക്കോ, 2 cosec എ ഇൻറ്റു ബ്രാക്കറ്റ് ഇടണ്ടായേ, ഒന്നുകൂടി മിസ് എഴുതാം.
2 കൊസീക് എ ഇൻറ്റു, അതായത് ഇവിടെ കൊസീക് എ മൈനസ് കോട്ട് എ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ കൊസീക് എ മൈനസ് കോട്ട് എക്ക് നമുക്ക് ഫസ്റ്റിൽ ഇതേ ഇതിനകത്തൊരു വാല്യൂ തന്നിട്ടുണ്ട്. എന്താണ്? 4/5 എന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതാ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന കൊസീക് എ മൈനസ് കോട്ട് എക്ക് പകരം അവിടെ എന്തെഴുതാം? 4/5 എന്ന് എഴുതാം. ഓക്കെ, കാരണം അതെന്താണ്? നമുക്കിവിടെ തന്നിരിക്കുന്ന വാല്യൂ ആണ്. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം, നമ്മൾ ഈ -1 ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുക. അപ്പോൾ ഇസ് ഈക്വൽ ടു 16/25 -1 ഇപ്പുറം വരുമ്പോൾ എന്താകും? +1. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് അറിയാവോ? അതായത് 2 കൊസീക് എ ഇൻറ്റു 4/5 2 കൊസീക് എ ഇൻറ്റു 4/5 ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്ത് കാണും? LCM കാണും. അതായത് ഇവിടെ ഒന്നുമില്ലെങ്കിൽ എന്തുണ്ട്? 1 ഉണ്ട്. സോ 25ൻ്റെയും 1ൻ്റെയും LCM എന്ന് പറയുന്നത് എന്താണ്? 25 ആണ്. അപ്പോൾ നമുക്ക് ഈ 1നെ ചേഞ്ച് ചെയ്ത് അതിനെ നമ്മൾ എന്തിലോട്ട് മാറ്റണം? 25ലോട്ട് നമ്മൾ മാറ്റണം അല്ലേ? അതിന് നമ്മൾ 1നെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യണം? 25 കൊണ്ട്. സോ അപ്പോൾ നമുക്ക് എന്ത് വരും? 16 + 25 ഡിവൈഡഡ് ബൈ 25. സോ 2 കൊസീക് എ ഇൻറ്റു 4/5 ഇസ് ഈക്വൽ ടു 25 + 16. എത്ര കിട്ടും നമുക്ക്? 2 + 1 3 + 1 4. അപ്പോൾ നമുക്ക് 41/25 എന്ന് കിട്ടും. ഇനി അടുത്ത് എന്താ നമ്മൾ ചെയ്യണമെന്ന് അറിയാവോ? ഈ 4/5നെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യും. അപ്പോൾ 2 കൊസീക് എ ഇസ് ഈക്വൽ ടു 41/25. ഇവിടെ ഇൻറ്റു ആണ്, ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എന്താകും? ഡിവിഷൻ ആകും. ഓക്കെ, അപ്പോൾ 4/5. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതായത് 2 കൊസീക് എ ഇസ് ഈക്വൽ ടു 41/25 ഡിവിഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇൻറ്റു കൊടുത്തിട്ട് ഇതിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ എന്ത് വരും? 5/4. ഇതും കട്ടായി പോകും. സോ അപ്പോൾ നമുക്ക് 2 കൊസീക് എ ഇസ് ഈക്വൽ ടു 41 അല്ലേ? 41 അല്ലേ ന്യൂമറേറ്ററിലുള്ളത്? ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത്? 5 × 4 20. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2നെ ഇങ്ങോട്ട് നമുക്ക് ട്രാൻസ്പോസ് ചെയ്യാം. അപ്പോൾ കൊസീക് എ ഇസ് ഈക്വൽ ടു, കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തിൻ്റെ വാല്യൂ ആണ്? കൊസീക് എയുടെ വാല്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2നെ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യണം. അപ്പോൾ 41/20 ഇവിടെ 2 ഇൻറ്റു ആണ്, ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ കൊസീക് എ ഇസ് ഈക്വൽ ടു 41/20 ഇൻറ്റു റെസിപ്രോക്കൽ ആണ് അല്ലേ? 2ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1/2. അപ്പോൾ നമുക്ക് എന്ത് വരും? കൊസീക് എ ഇസ് ഈക്വൽ ടു 41 × 1 41/20 × 2 40. സോ അപ്പോൾ കൊസീക് എയുടെ ആൻസർ എന്താണ്? 41/40. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് മിസ്സിൻ്റെ ട്യൂഷൻ വരുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ശ്രീമിത്ര എന്ന് പേരുള്ള. സോ ആ മോളുടെ സ്കൂളിൽ കൊടുത്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇപ്പം മിസ് ചെയ്യുന്നത്. സോ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഇവാലുവേറ്റ് 2 tan 30 degree ഇൻറ്റു sec 60 degree ഇൻറ്റു tan 45 degree ബൈ 1 - sin സ്ക്വയർ 60 degree. അപ്പോൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് tan 30 sec 60 tan 45 sin 60യുടെ ഒക്കെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? സോ അപ്പോൾ അതിന് മിസ് ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം. അഥവാ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ എങ്ങാനും മറന്നുപോയി കഴിഞ്ഞാൽ മിസ് ഈ പറഞ്ഞു തരുന്ന ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം മിസ് അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്തൊക്കെയാണ്? സൈൻ, കോസ്, ടാൻ, കൊസീക്, സീക്, ദെൻ കോട്ട്. ഓക്കെ, ഇനി നമ്മുടെ സ്പെസിഫൈഡ് ആംഗിൾസ് എന്തൊക്കെയാണ്? 0, 30, 45, 60, 90. സോ എളുപ്പം വഴി പറഞ്ഞു തരാവേ. സൈൻ 0 എന്ന് വെച്ചാൽ 0, അതായത് സ്റ്റാർട്ടിങ്ങിൽ 0, ലാസ്റ്റ് 1. 0യുടെ നെക്സ്റ്റ് നമ്പർ എന്താണ്? 1. 1ൻ്റെ നെക്സ്റ്റ് നമ്പർ എന്താണ്? 2. അപ്പോൾ 1/2. ഈ 1/2 എഴുതിയിട്ട് നമ്മൾ ഇവന് റൂട്ട് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത എന്താ ചെയ്യുക? 2ൻ്റെ അടുത്ത നമ്പർ എന്താണ്? 3. അതിന് നമ്മൾ റൂട്ട് കൊടുക്കുക. ഓക്കെ, ദെൻ ഡിവൈഡഡ് ബൈ 2. ഇനി ഇത് തിരിച്ചെഴുതിയ ആരായി? കോസ് ആയി. ഇതേ നോക്കിയേ, 1√3/2 1/√2 1/2 0. കണ്ടോ? ഇത്
തിരിച്ചെഴുതുന്നതാണ് കോസ് എന്ന് പറയുന്നത്. ഇനി ടാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? സൈൻ ബൈ കോസ് ആണ് ടാൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പം സൈൻ എന്താണ്? 0, കോസ് എന്താണ്? 1. അപ്പോൾ 0/1 എന്താ കിട്ടുന്നത്? 0. ഇനി എളുപ്പത്തിൽ എഴുതാൻ മിസ് പഠിപ്പിച്ചു തരാം. അതായത് ഇവിടെ സെയിം ഡിനോമിനേറ്റർ ആണ്, അപ്പോൾ അത് കട്ടായി പോവും. അപ്പോൾ എങ്ങനെ എഴുതണം? ഇതിൻ്റെ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ന്യൂമറേറ്റർ, അതായത് 1/√3. അതേപോലെ ഇവിടെ എന്താണ്? ഇതും അങ്ങ് പോവും. ബാക്കി 1/1. 1/1 എന്ന് വെച്ചാൽ എന്താണ്? 1. ഇവിടെ ഇത് ഡിവൈഡഡ് ബൈ ഇതാണ്, അപ്പോൾ 2ഉം 2ഉം അങ്ങ് പോവും. അപ്പോൾ ഇതിൻ്റെ ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ √3/1 ആണ്. √3/1 എന്ന് വെച്ചാൽ എന്താണ്? √3. അടുത്തത് ഇത് ഡിവൈഡഡ് ബൈ 0 അല്ലേ? 1/0 എന്ന് വെച്ചാൽ എന്താണ്? ആൻസർ ഇല്ല, അതുകൊണ്ട് നമുക്ക് എഴുതാം നോട്ട് ഡിഫൈൻഡ്. ഈസി അല്ലേ ഇങ്ങനെ കണ്ടെത്താനായിട്ട്? കണ്ടില്ല? അപ്പോൾ സൈനും കോസും ടാനും കിട്ടി നമുക്ക്. അപ്പോൾ ഇനി നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് 2 × tan 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/√3. അഥവാ മറന്നുപോയാൽ നിങ്ങൾ ഈ ട്രിക്ക് അപ്ലൈ ചെയ്ത് എളുപ്പം പേപ്പറിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അടുത്ത സീക്ക് 60. മിസ് സീക്ക് എഴുതിയിട്ടില്ല. സീക്ക് എന്ന് പറയുന്നത് എപ്പോഴും എന്തിൻ്റെ റെസിപ്രോക്കലാണെന്ന് അറിയാവോ? നമ്മുടെ കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് എന്ന് പറയുന്നത്. ഈ കോസിൻ്റെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇത് 1 അല്ലേ? ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1. √3/2 ആണല്ലേ? ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ത് വരും? 2/√3. 1/√2 ആണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ത് വരും? √2. 1/2 ആണ് അല്ലേ? 1/2 എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ എന്താണ്? 2. 0 ആണ്. 0 എന്ന് വെച്ചാൽ 0/1. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 1/0. ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. കണ്ടില്ലേ? എത്ര എളുപ്പം നമ്മൾ കണ്ടുപിടിച്ചു. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി സീക്കിന്. അപ്പോൾ സീക്ക് എന്തോ വേണ്ടുള്ളത് നമുക്ക്? സീക്ക് 60. സീക്ക് 60 എന്ന് പറയുന്നത് എന്താണ്? 2. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം 2 × അടുത്തത് എന്താണ്? tan 45. tan 45 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? 1. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ആ 1 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, 1. ദെൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് സൈൻ സ്ക്വയർ 60 ഡിഗ്രി. അപ്പോൾ സൈൻ 60 എന്താണെന്നുള്ളത് നോക്കണം. എന്താണ്? √3/2. അപ്പം √3/2 അതിൻ്റെ എന്താണ്? സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റേഴ്സ് എല്ലാം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × 2 4/√3. ദെൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് √3യുടെ സ്ക്വയർ എന്താണ്? 3/2ൻ്റെ സ്ക്വയർ എന്താണ്? 4. സോ ഇവിടെ എന്ത് കാണണം? LCM കാണണം അല്ലേ? കാരണം ഇതിൻ്റെ അടിയിൽ ഒന്നുമില്ലെങ്കിൽ എന്തുണ്ട്? 1 ഉണ്ട്. സോ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ. സോ LCM എന്താണ് വരുന്നത്? 4. അപ്പോൾ ഇതിനെ നമ്മൾ 4ലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിലും താഴെ. സോ അപ്പോൾ ഇസ് ഈക്വൽ ടു 4/√3 ഡിവൈഡഡ് ബൈ 4 മൈനസ് 3 ഡിവൈഡഡ് ബൈ 4 is equal to 4/√3 divided by 4 minus 3 എന്താണ്? 1. 1 divided by 4. ഇനി നമ്മൾ എന്ത് കാണണം? ഇവിടെ ഡിവിഷൻ ആണ്. സോ റെസിപ്രോക്കൽ കാണണം അല്ലേ? ഈ ഡിവിഷൻ മാറി എന്താകും? ഇൻറ്റു 1/4ൻ്റെ റെസിപ്രോക്കൽ എന്താണ്? 4/1. ഓക്കെ, ഇനി എന്തുണ്ട് നമുക്ക്? 4 × 4 എന്താണ്? 16 ഡിവൈഡഡ് ബൈ √3. ഇനി ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നുമില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്? 16/√3. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്? അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇനി ബാലൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവേ. സോ ബൈ ബൈ.